കേരളത്തിലും SIR നിലവിലെ വോട്ടർ പട്ടിക പക്ഷേ അപ്പോൾ പോലും പരിഷ്കരണത്തിൽ വേണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എന്നാൽ SIR ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമാണെന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ബീഹാറിൽ നടത്തിയ പോലെ വ്യാപകമായിട്ട് കാടടച്ച് വെടിവെക്കാൻ കേരളത്തിൽ കഴിയില്ല. മനുഷ്യൻ ഇന്ത്യൻ പൗരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നവും. ആ പ്രശ്നം മറ്റെല്ലാ സ്ഥലങ്ങളിലുള്ള പോലെ കേരളത്തിലും ഉണ്ടാകും. അവർക്ക് താല്പര്യമുള്ള ആളുകളെല്ലാം ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ തന്നെ സ്വീകരിക്കാം. ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടാൻ പോകുന്നത് ആരിൽ നിന്നാണ് എന്ന് നമുക്ക് കാത്തിരുന്നതാണ്. ഇത് ബാക്ക് സൈഡിലൂടെ NRC നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ട് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു കാലത്തും പൗരത്വ നിർണ്ണയം നടത്തിയിട്ടില്ല. ബീഹാറിൽ SIR കഴിഞ്ഞതിന് ശേഷം എത്ര വിദേശികളെ കണ്ടെത്തി, എത്ര പൗരരല്ലാത്ത ആളുകളെ കണ്ടെത്തി എന്ന ചോദ്യം ആവർത്തിച്ച് പത്രലേഖകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒരു കണക്കും നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത്. പരമാവധി രേഖകൾ ഉൾപ്പെടുത്തി കഴിയാവുന്നത്ര ആളുകളെ വീടുകളിൽ നേരിട്ട് പോയി കണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിന് വിരുദ്ധമായിട്ട് ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നൊരു രീതിയിലേക്ക് ഇത് മാറുന്നത് കൃത്യമായൊരു രാഷ്ട്രീയ മാറ്റം. ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ ഇന്ത്യൻ പൗരനല്ലാതായി പോകുമോ എന്നുള്ളൊരു വലിയ പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ അസമിലത് സംഭവിച്ചതാണ്. നമസ്കാരം. SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് ബീഹാറും കടന്ന് വ്യാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ, അത് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ മുഖ്യമായും ആശങ്കകളുമായും ഒരുപാട് പ്രതിഷേധങ്ങളുമായി രംഗത്തുണ്ട്. അപ്പോൾ ഇന്ന് SIRനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് സ്വതന്ത്ര ഗവേഷകനായ PB ജിജീഷാണ്. ജിജീഷ്, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ SIR എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ അമുഖത്തിൽ പറഞ്ഞ പോലെ അത് ബീഹാറും കടന്ന് വ്യാപിക്കുകയാണ്. മുന്നേ പറഞ്ഞതാണെങ്കിൽ പോലും അതിങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമീപകാലത്തൊന്നും ഒരു ഭരണഘടനാ സ്ഥാപനത്തിനും ഇത്രയും വലിയൊരു വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല, അല്ലേ? ഇലക്ഷൻ കമ്മീഷനെ പോലെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന SIR തന്നെ പെർട്ടിക്കുലർലി എടുത്ത് നോക്കിയാൽ കേരളത്തിൽ എങ്ങനെയായിരിക്കും അതൊന്ന് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും കേരളത്തിലും? എങ്ങനെയാണത് കേരളത്തെ ബാധിക്കുക? ഇപ്പോൾ കേരള നിയമസഭ SIRനെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. കേരളത്തിലെ BJP ഒഴിച്ചുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഇതിനെതിരായ നിലപാടെടുത്തിട്ടുണ്ട്. അവർ പങ്കുവയ്ക്കുന്ന ആശങ്കകൾ ജെനുവിനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എപ്പോഴും ഇതിനകത്ത് ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ പൊതുവേ നമ്മൾ പറയാറുള്ളത് SIR എന്ന് പറയുന്നത് സിറ്റിസൻസിനെ കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി ആളുകളെ അതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കുക. രണ്ട് തരത്തിലുള്ള മാൽ പ്രാക്ടീസാണ് നടക്കുക. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ കണ്ടു, ഒരു നിയമസഭാ ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും ഇടയിലുള്ള ഗ്യാപ്പിൽ ഏകദേശം 50 ലക്ഷത്തോളം 48 lakhs മൊത്തം ആളുകളുടെ എണ്ണം ഇതിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടി എന്നുള്ളതാണ്. അത് ഒരു തരത്തിലുള്ള ഒരു ഇടപെടൽ. SIR നേരെ ഇപ്പോൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞ പോലെ അത് ബാക്ക് സൈഡിൽ നിന്നുള്ള എൻട്രി ആണെങ്കിൽ ഇത് ഫ്രണ്ടിൽ നിന്നാണ്. ഇത് ആളുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ടാണ് ഫലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ടും ടാർഗറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ബീഹാറിൽ നടത്തിയ പോലെ വ്യാപകമായിട്ട് കാടടച്ച് വെടിവെക്കാൻ കേരളത്തിൽ കഴിയില്ലായിരിക്കും. പക്ഷേ ടാർഗറ്റഡ് ആയിട്ടുള്ള ചില മേഖലകളിൽ ഇടപെടലുകൾ നടത്താൻ ഇതിനകം തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട്. കാരണം ഇത് പ്രൈമറിലി ഒരു സിറ്റിസൺഷിപ്പ് ഡിറ്റർമിനേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് വളരെ താഴ്ന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അത് ആണോ അല്ലയോ, ഇത് റെക്കമെൻഡഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ലെവലിൽ തന്നെയാണ്. പിന്നീട് മുകളിൽ നിന്ന് ഇതിന് വലിയ രീതിയിലുള്ള പരിശോധനകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇന്ത്യൻ പൗരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണെന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നവും. ആ പ്രശ്നം മറ്റെല്ലാ സ്ഥലങ്ങളിലുള്ള പോലെ കേരളത്തിലും ഉണ്ടാകും. ഒരുപക്ഷെ ഡോക്യുമെൻറ്റേഷനൊക്കെ കുറച്ചുകൂടി വ്യാപകമായതുകൊണ്ട് അത്തരത്തിലുള്ള എക്സ്ക്ലൂഷൻ വ്യാപകമായിട്ട് നടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം പലപ്പോഴും നമുക്കൊരു ഹിയറിങ്ങിനോ പരാതിക്കോ ഉള്ളൊരു സമയമോ നിയമമോ ഇതിനകത്തൊരു പ്രൊസീജിയറോ ഇതിനകത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂഷൻസ് ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ കോടതിയെ സമീപിക്കുക, അവിടെ കാലതാമസം വരും. അങ്ങനെ പല കാര്യങ്ങളിലും ഇങ്ങനെ നീണ്ടു പോകാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ആണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം. നമ്മൾ ഈ SIRനെ പറ്റി പറയുമ്പോൾ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് BJP ആണ്. ഇപ്പോഴത്തെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ 12 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയൊക്കെ ഇപ്പോൾ കണക്കുകൾ എടുത്ത് നോക്കിയാൽ ഇതിൽ കൂടുതലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് SIR വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്?
അത് BJP ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര സംവിധാനമാണെന്ന് പറയുമ്പോഴും അത് പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ തന്നെയാണ്. അതെ. ഗവൺമെൻറ് ജീവനക്കാരും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു നിയന്ത്രണ അധികാരം, നിയന്ത്രണത്തിനുള്ള എല്ലാ സാധ്യതകളും അവിടെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാവുന്നതാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ ഗവൺമെൻറ്റാണ് നിലവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏകപക്ഷീയമായൊരു ഇടപെടലിനുള്ള സാധ്യതയാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഈ സംശയിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, അതിന് നോട്ടീസ് അയക്കുക, ആദ്യഘട്ടത്തിൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ തന്നെ ആളുകളുടെ വിവരം ശേഖരിച്ച് അപ്രൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ രീതിയിലേക്ക് മാറുമ്പോൾ ഇത് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാരാണ്, അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ ചലിപ്പിക്കുന്ന മെഷീനറി എന്താണ്, അതിനൊക്കെ അനുസരിച്ച് ആരെയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്, ആരെയൊക്കെയാണ് പുറത്താക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഈ ചില പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ആശങ്ക ഉയർത്തുകയും ഭരണപക്ഷത്തിരിക്കുന്നവർ ഇതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ നമ്മൾ ഈ BJP എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ പല വാക്കുകൾ, ഇപ്പോൾ BJP നേതാക്കൾ തന്നെ ഉപയോഗിക്കുന്ന പല വാക്കുകൾ, പ്രത്യേകിച്ച് കുടിയേറ്റക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ, ഇത്തരത്തിലുള്ള പല വാക്കുകളുമാണ് ഈ SIRനെ പറ്റി പറയുമ്പോഴും, ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ പൗരത്വം എന്ന അതിനെപ്പറ്റി പറയുമ്പോൾ പോലും BJP അടക്കം രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ഉപയോഗിക്കുന്ന വാക്കുകളാണത്. ഇപ്പോൾ ഈ വരുന്ന സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ പശ്ചിമ ബംഗാളുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്. ഇതിപ്പോൾ സോഷ്യലി നോക്കുകയാണെങ്കിലും അത് ജോഗ്രഫിക്കലി അങ്ങനെ നോക്കുകയാണെങ്കിലും വളരെ സെൻസിറ്റീവായ പ്രദേശങ്ങളാണ്. ഇപ്പോൾ ബംഗാളൊക്കെ പ്രത്യേകിച്ചും, ബംഗാളിലൊക്കെ ഒരു കാലത്ത് BJP, ഒരു കാലത്തൊന്നല്ല ഇപ്പോഴും BJP ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രചാരണം അത് ബംഗ്ലാദേശിൽ നിന്ന് വേണ്ടി ഏറ്റക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ ഭയങ്കര സെൻസിറ്റീവായൊരു പൊളിറ്റിക്സ് ഉള്ള ഒരു നാടാണ് ബംഗാൾ. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ ഈ SIRൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായി വലുതായിരിക്കില്ലേ? അത് അതിലുപരി ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ടാണ് SIR നടത്തുന്നത് എന്നുള്ളൊരു വാദം തന്നെ തെറ്റാണ്. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിലൊന്നും അങ്ങനെ ഇല്ല എങ്കിൽ പോലും ഇതിനോടൊക്കെ ചേർത്ത് വയ്ക്കുന്ന വാക്കുകളാണ് കുടിയേറ്റക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ. അങ്ങനെയാണെങ്കിൽ ഇത് ആരംഭിച്ചത് ബീഹാറിലാണല്ലോ. ബീഹാറിൽ എത്ര കുടിയേറ്റക്കാരുണ്ട്? ബീഹാർ ഒരു ബോർഡർ സ്റ്റേറ്റ് അല്ല. അവിടെ ബീഹാറിലേക്ക് എന്തിനു വേണ്ടിയിട്ട് ആളുകൾ കുടിയേറുന്നത്? ബീഹാറിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രകൾ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യത, പലായനങ്ങൾ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞ സംസ്ഥാനമാണ്, ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തേക്ക് എന്ത് തരത്തിലുള്ള കുടിയേറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ SIR നടത്തുന്നത്? അപ്പോൾ കുടിയേറ്റമൊന്നും അല്ല വിഷയം, ഇതിൻ്റെ ലക്ഷ്യം വേറെ എന്തെങ്കിലുമാണ്. ആ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായത് ഈ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുമ്പോഴും ഇത് കൗതുകപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കൗശലം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാതിരിക്കുന്നു. ഇപ്പോൾ ബീഹാറിൽ SIR കഴിഞ്ഞതിന് ശേഷം എത്ര വിദേശികളെ കണ്ടെത്തി, എത്ര പൗരരല്ലാത്ത ആളുകളെ കണ്ടെത്തി എന്ന ചോദ്യം ആവർത്തിച്ച് പത്രലേഖകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒരു കണക്കും നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു ഇപ്പോൾ ആസാമിൽ ഇതിനോടൊപ്പം SIR നടപ്പിലാക്കുന്നില്ല എന്നുള്ളത്. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം അവിടെ ഓൾറെഡി പൗരത്വ നിർണയം നടന്നിട്ടുള്ളതാണെന്നാണ്. NRC നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു, ഗോയിങ് ഓൺ എന്നാണ് പറയുന്നത്. സുപ്രീം കോടതിയിലാണല്ലോ. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള NRC നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫൈനൽ NRC ലിസ്റ്റ് 2019 പ്രസിദ്ധീകരിച്ചു, 6 വർഷമായി. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു SIRൻ്റെ ആവശ്യമില്ല എന്ന്. അതെന്തായിരിക്കും അതിന് കാരണം? ഈ പറഞ്ഞിട്ടുള്ള NRCക്ക് ശേഷം വന്ന രാജ്യരഹിതർ എന്ന് പറയാവുന്ന മനുഷ്യരിൽ 19.5 ലക്ഷം ആളുകൾ, ഈ 19 ലക്ഷം ആളുകളിൽ 12 ലക്ഷം ആളുകളും ഹിന്ദുക്കളാണെന്നാണ് കണക്കുകൾ പറയുന്നത്. മറ്റ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ SIR നടപ്പിലാക്കിയാലും അതിൻ്റെ ഫലം എന്തായിരിക്കും? അത് നേരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫലം അതിനുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ചർച്ചയാവുകയും അത് പ്രശ്നമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അവിടെ ഇത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹേമന്ത് വിശ്വാസിന് SIRനോട് എതിർപ്പുള്ളതുകൊണ്ടല്ലല്ലോ അവിടെ ഈസിയായി നടത്താത്തത്. അപ്പോൾ അത്തരത്തിലിത് നുഴഞ്ഞുകയറ്റുകാരെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയാണെന്നുള്ളൊരു ധാരണ ജനിപ്പിക്കാൻ ഈ ഭരിക്കുന്ന പാർട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഇടപാട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അസമിലെ കേസ് പറഞ്ഞല്ലോ, അസമിലെ കേസിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത് ബാക്ക് സൈഡിലൂടെ NRC നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഷോർട്ട് കട്ട് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു കാലത്തും പൗരത്വ നിർണ്ണയം നടത്തിയിട്ടില്ല. ഇപ്പോൾ 2002-2003 SIRൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ, അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളെ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് വേറെ പ്രൂഫ് കൊടുക്കേണ്ടതില്ല, ഡോക്യുമെൻ്ററി എവിഡൻസ് കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്.
അത് വളരെ ആർബിട്രറി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2003 SIR നടക്കുമ്പോൾ ഒരിക്കലും അവിടെ ഒരു പൗരത്വ നിർണ്ണയം വിഷയമായിരുന്നില്ല. പൗരത്വ നിർണ്ണയം നടത്തിയിട്ടില്ല. ആളുകൾ വീടുകളിൽ ചെന്ന് എന്യൂമറേഷൻ നടത്തി ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോവാണ്. അതൊരു റെസ്പോൺസിബിലിറ്റി, പ്രിപ്പറേഷനുള്ള റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് എല്ലാ കാലത്തും ഇലക്ഷൻ കമ്മീഷൻ തന്നെയായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പരമാവധി ആളുകളെ ഇതിനകത്ത് എങ്ങനെ ചേർക്കാമെന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് പേർക്ക് ഡോക്യുമെൻറ്റ്സ് ഉള്ളൊരു രാജ്യമല്ല ഇത്. ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്ന് ഭരണഘടനയിൽ പറയുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കലും ഒരു പൗരത്വ രേഖ കൊടുക്കുന്നില്ല. ഒരു നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് രാജ്യത്തില്ല. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖയും നമുക്ക് ആർക്കും ഇല്ല. വേണമെങ്കിൽ പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വത്തിനുള്ള രേഖയാണെന്ന് പറയാം. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസോ ആധാറോ മറ്റേതെങ്കിലും ഒരു രേഖയോ ഇന്ത്യൻ പൗരത്വം നിർണ്ണയിക്കുന്ന രേഖയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി രേഖകൾ ഉൾപ്പെടുത്തി കഴിയാവുന്നത്ര ആളുകളെ വീടുകളിൽ നേരിട്ട് പോയി കണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിന് വിരുദ്ധമായിട്ട് ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറുന്നത് കൃത്യമായൊരു രാഷ്ട്രീയ മാറ്റമാണ്. അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാത്രമല്ല, തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാത്രമല്ല, പൗരത്വത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റിലും കൂടി ഒരു മാറ്റമാണ്. ആദ്യകാലത്ത് ഇന്ത്യയുടെ ഒരു പൗരത്വ സമീപനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ ജനിച്ച എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണെന്നാണ്. ഇപ്പോൾ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് 1956 വരെ ഒരു പൗരത്വ നിയമം പോലും വേണമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രശില്പികൾക്ക് തോന്നിയില്ല. പിന്നീടാണ് പൗരത്വ നിയമം വരുന്നത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ജനിക്കുന്ന കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പൗരത്വം എന്തായിരിക്കണമെന്ന് ചിന്തിക്കണമെന്ന് ഇന്ത്യൻ പാർലമെൻറ്റിന് തോന്നിയത്. 2003 ആരെങ്കിലും ഒരാൾ, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാവണം എന്നുള്ളൊരു നിബന്ധന വന്നത്. പിന്നീട് അത് രണ്ടുപേരും ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന രീതിയിലേക്ക് മാറി. ഇത്തരം നിബന്ധനകളൊക്കെ ഉൾക്കൊള്ളിച്ച് അതിനനുസൃതമായി ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോസസ്സ് നടത്താനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു പ്രാഥമികമായ ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മുടെ സുപ്രീം കോടതി അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളതാണ് ഈ പ്രോസസ്സ് ഇപ്പോൾ തുടർന്ന് നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതിനു മുമ്പുള്ള SIR-ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് പൗരത്വ നിർണ്ണയമാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഈ പൗരത്വ നിർണ്ണയം ഒരു കാലത്തും ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇതിൽ പെടുന്നതല്ല. കാരണം ഇവിടെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു സർക്കാർ ജീവനക്കാരനാണ്. ബൂത്ത് ലെവൽ ഓഫീസറാണ് രേഖകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫോറിനേഴ്സ് ആക്ട് വെച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഇപ്പോൾ NRC നടപ്പിലാക്കിയാൽ, അല്ല ബ്രിട്ടീഷുകാരോട് രൂപം കൊടുത്ത ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളിൽ പോലും ഒരാളെ ഡിപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ സങ്കീർണമായ നിയമ പരിരക്ഷകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഹിയറിംഗ് ഉണ്ടാവണം, നോട്ടീസ് കൊടുക്കണം, തെളിവ് ശേഖരിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ബീഹാറിൽ നടപ്പിലാക്കിയ 1 മാസത്തിന് ഇടയിലാണ് ഇത്ര വളരെ ചുരുങ്ങിയ ഒരു കാലയളവിൽ വളരെ താഴ്ന്ന ലെവലിലുള്ളൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുപ്പിക്കുന്ന നടപടി അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അത് സുപ്രീം കോടതി അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വന്നതുപോലെ, അല്ലെങ്കിൽ ആധാർ വന്നതുപോലെ മറ്റു പല കേസുകൾ, ഇപ്പോൾ ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട കേസുകൾ, ഇതെല്ലാം ഇങ്ങനെ തീരുമാനമെടുക്കാതെ നീട്ടി വിടുകയും ഗവൺമെൻറ്റിന് ആവശ്യമുള്ള, ഭരണകൂടത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുകയും ചെയ്തു. ഇത് സാധിച്ചെടുക്കുകയും ചെയ്തതിന് ശേഷം എന്ത് ഇടപെടൽ നടത്തിയിട്ട് കാര്യമില്ല. ഇലക്ട്രൽ ബോണ്ട് അവസാനം സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്തു എന്ന് പറയുമ്പോഴും വേണ്ട ഫണ്ട് മുഴുവൻ ആവശ്യക്കാർ നേടിക്കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും. ഇപ്പോൾ ആർട്ടിക്കിൾ 370 കേസ് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസൾട്ടേഷൻ പോലും ഇല്ലാതെ ഒരു സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറി ആക്കാൻ പറ്റുമോ എന്നൊരു പ്രാഥമികമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. ഉടനെ തന്നെ സംസ്ഥാന പദവി കശ്മീരിന് കൊടുക്കുമെന്ന ഗവൺമെൻറ്റിൻ്റെ വാക്ക് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ആ പോയിന്റ് പരിഗണിക്കാതിരുന്നു. പരിഗണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻറ്റയർ പ്രോസസ്സ് സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഒരു ജുഡീഷ്യൽ ഇവേഷൻ എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാതെ ഗവൺമെൻറ്റിന് അനുകൂലമാകുന്ന രീതിയിൽ മാറുന്ന ഒരു സമീപനം ഇവിടെയും ഉണ്ട്. ഈ കോടതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നുകൂടി എടുത്ത് ചോദിക്കുകയാണ്. ഈ പ്രക്രിയയിൽ, SIR-ൻ്റെ പ്രക്രിയയിൽ ഈ ട്രാൻസ്പെറൻസി എന്നുള്ള വാക്കിനെ കുറച്ചുകൂടി എടുത്ത് കാണിച്ചത് കോടതിയാണെന്ന് പലപ്പോഴും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒഴിവാക്കപ്പെട്ടവരെ, അവരുടെ പേരുകളും കാര്യങ്ങളും നിങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞത് കോടതിയാണ്.
അപ്പോൾ അത്തരമൊരു പ്രോസസ്സ് വരുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കോടതി വേറെ രീതിയിൽ ഇടപെട്ടു എന്ന് പറയുന്നു. പക്ഷേ അതേസമയം ഒരു ട്രാൻസ്പെറൻസി ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ഒരു കർത്തവ്യം കോടതി നിർവഹിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു പ്രൊപ്പോഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഇടപെടലിൻ്റെ ഒരു കോടതി പ്രൊപ്പോഷൻ എങ്ങനെയാണ്? അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മിനിമലായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനും അകത്താണ് ബീഹാറിൽ ഈ SIR നടപ്പിലാക്കി, ഫൈനൽ ലിസ്റ്റ് നടന്നു. അതിനിടയ്ക്ക് എക്സ്ക്ലൂഡ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നു. ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലുള്ള ആളുകൾ ആരെ സമീപിച്ച് ഇതൊക്കെ തിരുത്തും? കോടതിയെ സമീപിക്കണം. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ് എന്ന് എനിക്കറിയാം. ഞാൻ പറയുകയാണ് ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ്. അതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഓഫീസേഴ്സ് കളക്ട് ചെയ്തില്ല. അല്ലെങ്കിൽ അന്നേരം എനിക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു പ്രളയമുള്ള ഒരു പ്രദേശത്താണ് ജീവിക്കുന്നത്. എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അതിൽ നശിച്ചുപോയി. ഇത് എനിക്ക് ആ ഡോക്യുമെൻ്റ് എടുക്കാൻ തന്നെ 1 വർഷം 1.5 വർഷമൊക്കെ വേണ്ടി വരാം. പിന്നെ ഞാനിത് കോടതിയിൽ കൊണ്ടുപോയി ഡോക്യുമെൻ്റ് കയ്യിലുള്ള ആളുകൾക്കാണെങ്കിൽ പോലും ഇത് കോടതിയെ സമീപിച്ച് അവിടെ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നതിനുള്ള ഒരു സാവകാശമൊന്നും അതിനകത്തില്ല. ആ സമയത്തിനുള്ളിൽ SIR നടന്നു കഴിഞ്ഞു. എനിക്ക് നഷ്ടപ്പെടാനുള്ള എൻ്റെ വോട്ടവകാശം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ടു ബി ഫ്രാങ്ക് ഒരു ഫാൾസ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. മറ്റൊന്നുമല്ല അതിൻ്റെ അകത്ത്. ശരിക്കും യഥാർത്ഥത്തിൽ ഇടപെടൽ ഉണ്ടാവേണ്ടത് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ്, ഞാൻ വിചാരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈ ചെയ്യാൻ പോകുന്ന നടപടിയുടെ ഒരു എഫക്റ്റ് എന്താണെന്ന് നോക്കുക. ആ ഇഫക്റ്റ് ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവ് കൊടുക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്നു. അത് ഏത് വശത്താണെന്ന് നോക്കാം. ഇറിവേഴ്സിബിൾ ഡാമേജ് ഉണ്ടാകുന്നത് ഏത് വശത്താണോ ആ വശത്തുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ നീതി. എൻ്റെ വോട്ടവകാശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വോട്ടവകാശം എനിക്ക് എങ്ങനെ വീണ്ടെടുക്കാം? എനിക്ക് കഴിഞ്ഞു പോയ ഇലക്ഷനിൽ എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരാളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തിനെതിരായ നിലപാടായിരുന്നു ശരിക്കും ഒരു ജനാധിപത്യ ബോധവും പൗരാവകാശങ്ങളുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന കോടതി സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഭരണഘടനാ പദ്ധതി തന്നെ പരമാവധി ആളുകളെ ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോപ്പർട്ടി ഓണർഷിപ്പോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ അങ്ങനെ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ് നമ്മൾ പ്ലാൻ ചെയ്തത്, സാർവത്രിക വോട്ടവകാശം കൊടുത്തത്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ കറുത്തവർഗ്ഗക്കാർക്ക് വോട്ടവകാശം കൊടുത്തപ്പോൾ അവർ കുറേ ക്രൈറ്റീരിയാസ് വെച്ചു. പ്രോപ്പർട്ടി ഓണർഷിപ്പ്, വിദ്യാഭ്യാസം, ഇങ്ങനെ കുറേയുള്ള ക്രൈറ്റീരിയാസ് വെച്ചപ്പോൾ തന്നെ കറുത്തവർഗ്ഗക്കാർ അതിൻ്റെ ഒഴിവായിപ്പോയി. അങ്ങനെ ഒരു സമീപനം അല്ല നമ്മൾ സ്വീകരിച്ചത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെയും സമീപനം പരമാവധി ആളുകളെ ഇതിൽ ഉൾച്ചേർക്കുക, പരമാവധി ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട് സ്വീകരിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. അത്തരമൊരു സമീപനത്തിന് വിരുദ്ധമായിട്ടൊരു എക്സ്ക്ലൂഷണറി സമീപനം ആണ് കോടതി അനുകൂലിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ SIR ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. നമ്മൾ പറഞ്ഞല്ലോ മതന്യൂനപക്ഷങ്ങൾ എന്നുള്ള ആംഗിൾ ഒരു വശത്തുണ്ട്. ഇതല്ലാതെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നിരക്ഷരരായ ഒരു പറ്റം ജനങ്ങളെ ഇത് ലക്ഷ്യം വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ബീഹാറിൽ കണ്ടതുപോലെ മൈഗ്രേഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. അവിടെ എനിക്ക് തോന്നുന്നു 30% ജനങ്ങൾ പോലും ഒരു പ്രാഥമികമായ വിദ്യാഭ്യാസവും മറ്റൊന്നും ഇല്ലാത്തൊരു സംസ്ഥാനം. കേവലമായ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നോ അതിനെ പറ്റിയോ വലിയൊരു ഗ്രാഹ്യമില്ലാത്ത ഒരു ജനക്കൂട്ടമുള്ള സംസ്ഥാനം. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബംഗാളിലും ഒരുപക്ഷെ അതേപോലെ ഒരു ജനക്കൂട്ടം ഉണ്ടായിരിക്കാം, മൈഗ്രേഷനുള്ള ഏറ്റവും അടിസ്ഥാന വർഗ്ഗത്തിലുള്ള. ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് നോക്കിയാലും SIR നടക്കാൻ പോകുന്ന ഛത്തീസ്ഗഡിലേക്ക് നോക്കിയാലും അങ്ങനെയൊരു ജനക്കൂട്ടം ഉണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും ഇത്തരമൊരു ജനക്കൂട്ടത്തെ ടാർഗറ്റ് ചെയ്യുന്നൊരു നടപടി SIR മാറി, അതൊരു അത്രയും അൺഡെമോക്രാറ്റിക് ആയൊരു നടപടി SIR മാറി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് ഈ സന്ദർഭത്തിൽ? തീർച്ചയായിട്ടും എക്സ്ക്ലൂഷണറി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. കാരണം ഇങ്ങനത്തുള്ള ഇപ്പോൾ SIR ആണെങ്കിലും NRC ആണെങ്കിലും ഇങ്ങനെയുള്ള ഏത് പദ്ധതി വരുമ്പോഴും അതിൻ്റെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുക എന്നുള്ളതിൻ്റെ ദരിദ്രത തന്നെയായിരിക്കും. കാരണം അവർക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല, വിദ്യാഭ്യാസം ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ സ്കൂൾ ഇവിടെ നമ്മൾ അംഗീകരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസകരമായി തോന്നും. ബീഹാർ SIRലൊക്കെ വോട്ടർ ID അംഗീകരിക്കില്ല, ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന വോട്ടർ ID അംഗീകരിക്കില്ല, റേഷൻ കാർഡ് അംഗീകരിക്കില്ല, ആധാർ അംഗീകരിക്കില്ല. ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യരുടെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും അംഗീകരിക്കില്ല. പിന്നെ പാസ്പോർട്ട്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള രേഖകൾ എത്ര പേരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ രേഖകളില്ലാത്തവരെല്ലാം അതിൻ്റെ അകത്ത് എക്സ്ക്ലൂഡായി പോകും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ആധാർ ഭയങ്കര രസകരമായൊരു സംഭവം. ആധാർ ഇലക്ഷൻ വോട്ടർ ID ആയിട്ട് ലിങ്ക് ചെയ്യുന്നതിനോട് നമുക്ക് വിയോജിപ്പാണ്. പക്ഷേ ഇവിടെ രസകരമായ സംഭവം, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കും. ആധാർ സബ്മിറ്റ് ചെയ്ത റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും.
അപ്പോൾ ആധാർ അംഗീകരിക്കില്ല, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉം. അംഗീകരിക്കും. ഉം. അപ്പോൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഓടുന്ന ഒരു സമയം ചിലപ്പോൾ SIR കഴിഞ്ഞു പോകും. അതെ. ആ രീതിയിലാണ് ഇതിൻ്റെ ടൈം ലൈൻസൊക്കെ വെച്ചിരുന്നത്. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഡോക്യുമെൻസിൻ്റെ കാര്യത്തിൽ കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ പുതിയ രീതിയിൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലാണ്ട് തന്നെ ഫോം അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള പുതിയതിൽ വന്നിട്ടുണ്ട്. അതുപോലും പക്ഷെ ടാർഗറ്റ് ചെയ്യേണ്ട ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതിനൊരു തടസ്സമാവില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് വേണ്ടി മാത്രം നോട്ടീസ് കൊടുക്കാം, അവരെ ഹിയറിങ്ങിനെ വിളിക്കാം, സംഭവം നിങ്ങളുടെ പൗരത്വം തെളിയിക്കണം എന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ആരെയൊക്കെ വിളിക്കണം. ഞാൻ പറയുന്നത് ആദ്യത്തെ SIRൽ, ബീഹാറിലെ SIRൽ ഇത് കാർഡടച്ച് എല്ലാവരെയും ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ളൊരു സാധ്യത അതിനകത്തുണ്ടായിരുന്നെങ്കിൽ പുതിയ SIRനകത്ത് അതില്ല എന്നുള്ളതാണ്. അവർക്ക് താല്പര്യമുള്ള ആളുകളെല്ലാം ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ തന്നെ സ്വീകരിക്കാം. ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടാൻ പോകുന്നത് ആരിൽ നിന്നാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതൊരു പക്ഷേ ഈ കോടതിയുടെ ഇടപെടൽ കൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കാൻ സാധ്യത. പ്രത്യേകിച്ച് ആധാറിൻ്റെ കാര്യത്തിൽ അവസാനം കോടതി ഇടപെട്ടല്ലോ, അത് നിങ്ങൾ ആധാർ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് കോടതി ഇടപെട്ടു. പക്ഷെ ഞാൻ പറയുന്നത് കോടതി അങ്ങനെ ആയിരുന്നില്ല ഇടപെടേണ്ടെന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇത്തരത്തിലൊരു മാറ്റം വന്നതുകൊണ്ട് ഈ SIRൻ്റെ എഫക്റ്റിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് കുറച്ചും കൂടി ടാർഗറ്റഡ് ആയെന്നാണ് ഞാൻ പറയാം. ആദ്യത്തെ നമുക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം, ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. ഈ ടാർഗറ്റ് ചെയ്യുന്ന വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടുകയും വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാമെന്ന തരത്തിലേക്ക് ഇത് മാറി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേക്കാൾ ഇപ്പോൾ രാഷ്ട്രീയമായി പരിഗണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാക്റ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തേക്കാൾ ഭീകരമാണ് രണ്ടാമത് പ്രഖ്യാപിച്ച SIR എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്തൊന്നും ഒരു ഭരണഘടനാ സ്ഥാപനവും ഇത്രയേറെ വിമർശനം നേരിട്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തോളമായി കമ്മീഷനെതിരെ വരുന്ന പല ആരോപണങ്ങളും, അതിപ്പോൾ ഡാറ്റ വൈകുന്ന കാര്യമായിട്ട്, ഇപ്പോൾ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞപ്പോഴൊക്കെ അങ്ങനെ ഒരു വലിയ ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ വോട്ട് ചോരി ആരോപണം നമുക്ക് വന്നു, അതിനുശേഷം ഇപ്പോൾ SIR വരുന്നു. അപ്പം നിരന്തരം നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പ്രതിക്കൂട്ടിലായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊരു ക്രെഡിബിലിറ്റി എന്നുള്ള രീതിയിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു തകർച്ചയുടെ ഒരു ഇതല്ലേ? ഇലക്ഷൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുക നല്ലത്. കാരണം ഒരു കാലത്ത് ലോകത്ത് എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഇത്ര ഒരു അത്ഭുതമായിട്ട് ഇന്ത്യൻ ഇലക്ഷനെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനാധിപത്യ സംവിധാനങ്ങൾ സംബന്ധിച്ച റാങ്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന കാലത്തെ രീതിയിലേക്ക് മാറി. ഒരു ജനാധിപത്യം രാജ്യത്ത് നിലവിലില്ല എന്ന് പല റാങ്കിങ് ഏജൻസികളും പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ അതിനനുസൃതമായിട്ട് ഇലക്ഷൻ കമ്മീഷനും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന സംവിധാനം സുപ്രീം കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായ ഒരു നിയമം ഉണ്ടാക്കി. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഒരു നിയമനിർമ്മാണം നടത്തി. ആക്ച്വലി ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു നിയമം ഇല്ലായിരുന്നു എന്നുള്ളൊരു വാക്വം അവിടെ ഉണ്ടായിരുന്നു. അവിടെ അത് ഫില്ല് ചെയ്യാനാണ് സുപ്രീം കോടതി ശ്രമിച്ചത്. പക്ഷേ വളരെ പെട്ടെന്ന് അവിടെ ഒരു നിയമം ഉണ്ടാക്കുകയും അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായിരുന്നിട്ടും അത് വീണ്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഉടൻ ഇടപെടൽ നടത്താൻ കോടതി തയ്യാറായിരിക്കുകയും ആദ്യം പറഞ്ഞ പോലെ ഈ ജുഡീഷ്യൽ ഇവേഷൻ വഴി ഭരണകൂടത്തെ സഹായിക്കുന്ന ഒരു സമീപനം തുടരുകയും ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം പൂർണ്ണമായിട്ടും സുപ്രീം കോടതി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ താലത്തിൽ വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കേസിലും ഇതേ കാര്യമാണ് സംഭവിച്ചത്. യൂണിയനെ സംശയിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് പരസ്യപ്പെടുത്തണം എന്ന് സുപ്രീം കോടതിയുടെ അതിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് യൂണിയനെ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് കോടതി പറഞ്ഞത്. അത്തരത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളടക്കം കമ്മീഷനുമായി നിരന്തരം കൊമ്പ് ഓർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഈ ജനങ്ങളുടെ ഈ ജനാധിപത്യത്തിനെ പറ്റി അതെന്ത് സന്ദേശമാണ് നൽകുക ശരിക്കും എന്ന് ആലോചിക്കുകയായിരുന്നു. ഈ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ പിന്നെ ജനാധിപത്യത്തിന് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. ജനങ്ങൾ ഇതിൽ ഒരു ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ വ്യവസ്ഥിതിയിൽ വിശ്വസിക്കുന്ന അത്രത്തോളം കാലം മാത്രമാണ് ഈ വ്യവസ്ഥിതി അങ്ങനെ നിലനിൽക്കുക. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ, അങ്ങനെ തോന്നാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുള്ള രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഭരണഘടനാ ശില്പികൾ നമ്മളുണ്ടാക്കി വെച്ച ഒരു ഭരണഘടനാ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ ഒരു രക്തരൂഷിതമായ ഒരു കലാപം രാജ്യത്ത് ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു. ബെഡ്ലെസ് ആയിട്ടുള്ളൊരു റവല്യൂഷനിലൂടെ ഒരു സാമൂഹികവും സാമ്പത്തികവുമായ
സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രവർത്തന പദ്ധതിയായിട്ടാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. അപ്പോൾ അത്തരമൊരു പ്രവർത്തനത്തിന് യാതൊരു സാധ്യതയും ഇല്ലെന്ന് ജനം തിരിച്ചറിയുന്ന ദിവസം ഈ പറയുന്ന നമ്മൾ കെട്ടിപ്പടുത്തു എന്ന് അവകാശപ്പെടുന്ന ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം ശിഥിലമായി പോകും എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വ്യാപകമായി ക്രമക്കേടുകൾ കണ്ടെത്താനാണ് SIR എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡാറ്റ വന്നിട്ടുണ്ട്. അതായത് ഈ ബീഹാർ SIR നടന്ന ബീഹാറിൽ വീണ്ടും അവർ ഇരട്ട വോട്ടുകൾ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവരുടെ ഡാറ്റ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ SIR വന്നാൽ ഈ ക്രമക്കേടുകൾ ഇല്ലാതാവുമെന്ന് പറയുന്നവർക്ക് അത് വീണ്ടും ആ ഡാറ്റ വയ്ക്കുമ്പോൾ അവർക്ക് തിരിച്ചടിയാണ്. ശരിക്കും SIRൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഉയരുന്നില്ലേ? അത് SIRൻ്റെ ഉദ്ദേശം ഇതിലെ ക്രമക്കേടുകൾ കണ്ടെത്തലായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് SIR നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഫോമിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നില്ല. അത് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ പൊതുജനത്തിന് തന്നെ കണ്ടുപിടിക്കാമായിരുന്നു. ഇപ്പോൾ സോഫ്റ്റ്വെയറുകളും ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ പണ്ട് മുതൽ ഈ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് നടത്തി വരുന്നുണ്ടായിരുന്നു. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തുമായിരുന്നു. സമീപകാലത്ത് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തുന്നില്ല. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ആയി. ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷ നൽകാനും പരിശോധിക്കാനും ഇടയ്ക്ക് അതിനുള്ള വിൻഡോസ് കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് ഉണ്ടായിരുന്ന അത്ര ബുദ്ധിമുട്ട് ഇലക്ഷൻ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനോ അതിൻ്റെ അന്ന് റിമൂവ് ചെയ്യുന്നതിനോ നമുക്കില്ല. അപേക്ഷ കൊടുക്കാൻ നേരിട്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല. ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ എപ്പോഴും വേണ്ട. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. ഫോണിലൂടെ വിളിച്ചും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തൊക്കെ കൈകാര്യം ചെയ്യാം. അതിനോടൊപ്പം തന്നെ വോട്ടേഴ്സ് ലിസ്റ്റുകളിലെ ഇരട്ടിപ്പുകൾ പരിശോധിക്കാനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. സോഫ്റ്റ്വെയറുകൾ ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ AI സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി പല കാര്യങ്ങളിലും ഇപ്പോൾ റേഷൻ കാർഡുകളിൽ ഡീഡ്യൂപ്ലിക്കേഷൻ നടത്തുന്നതിന് ഇപ്പോൾ ആധാർ ഡീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മുമ്പ് തന്നെ ഡീഡ്യൂപ്ലിക്കേഷൻ നടത്തുമായിരുന്നു. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നടത്തുമായിരുന്നു. അങ്ങനെ നടത്തിയാൽ തന്നെ ഒരു വലിയൊരു വിഭാഗം ക്രമക്കേടിൻ്റെ അന്ന് ഒഴിവാക്കപ്പെടും. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇത് വളരെ ഇത്ര എക്സ്പെൻസ് വരുന്നില്ല, ഇത്ര അധികം ആളുകളെ ഉൾപ്പെടുത്തേണ്ടതില്ല, ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതില്ല. അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് ഹിയറിങ്ങിന് അവസരം നൽകി അതിനുശേഷം മാത്രം ഒഴിവാക്കാം, ആവശ്യമായ സമയം കൊടുത്ത്. അത്തരത്തിലത് ചെയ്യാമായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ നടത്താമായിരുന്നു. അതിനുള്ള സംവിധാനം ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇപ്പോൾ 2002-2003 SIR ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ടാണല്ലോ അവർ കണക്കാക്കുന്നത്. അതിന് പരിശോധിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അത് പരിശോധിക്കേണ്ടതില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽസ് വീട് വീടാന്തരം കയറി ഇറങ്ങി പരിശോധിച്ച് ഉണ്ടാക്കിയൊരു ലിസ്റ്റാണത്. അത്തരത്തിലുള്ള പരിശോധന നടത്താമായിരുന്നു. ഇപ്പം സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നേരെ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്ത്യയിലെ പൗരനാണ്, എനിക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേലാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷനാണ് നീ വോട്ടറാണ്, ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാകണം നീ എന്ന് പറയുന്നത്. അതാണ് ഒരു സാമാന്യ നീതിയും. ഒരാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നവരാണ് അതിന് തെളിവ് കൊടുക്കേണ്ടത്. ഞാൻ ഇന്ത്യൻ പൗരനാണെന്നുള്ള തെളിവ് ഞാൻ ഹാജരാക്കണം എന്നല്ല പറയാം. ഇപ്പോൾ വെങ്കിക്ക് ഞാൻ ഇന്ത്യൻ പൗരനല്ല എന്ന് തോന്നുകയാണ്, ഇലക്ഷൻ കമ്മീഷനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ പൗരനല്ല എന്ന് തോന്നാൻ കാരണം? ഞാൻ ഒരു പക്ഷേ ബംഗാളിൽ നിന്ന് വന്നതാണെന്ന്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ്, പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വന്നതാണ് എന്ന് ഉള്ളതിന് എന്തെങ്കിലും തെളിവോ സൂചനയോ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അത് തെളിയിക്കേണ്ടത് ആരാണ്? തെളിയിക്കേണ്ട ബാധ്യത ശരിക്കും ഭരണ സംവിധാനത്തിനാണ്. അതിനുള്ള എല്ലാ റിസോഴ്സസും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളത് ഭരണകൂടത്തിനാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിലല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ പൗരനല്ലെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ഭരണകൂടത്തിന് തെളിയിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്ത്യൻ പൗരനായിരുന്നിട്ടും എൻ്റെ കയ്യിൽ ഒരു പക്ഷേ രേഖ ഉണ്ടാവില്ല. ഇന്ത്യയിൽ ജനിച്ചതായിരിക്കാം ഞാൻ, പക്ഷേ എൻ്റെ കയ്യിൽ യാതൊരു രേഖയില്ലാത്ത ഒരാളായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ പൗരൻ അല്ലാതാകുന്നില്ല, എന്നെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ. കാരണം പൗരത്വം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ ഇന്ത്യൻ പൗരനല്ലാതായി പോകുമോ എന്നുള്ളൊരു വലിയ പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ അസാമിൽ അത് സംഭവിച്ചതാണ്. ഇപ്പോൾ TN ശേഷനെ കുറിച്ച് നമുക്ക് ഒരുപാട് നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലത്ത് അസാമിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ D എന്ന് ചുവന്ന മഷിക്ക് അടയാളപ്പെടുത്തിയതാണ് ഈ പറയുന്ന പരിപാടിയൊക്കെ ആരംഭിച്ചത്.
അപ്പോൾ അങ്ങനെ ഡൗട്ട്ഫുൾ സിറ്റിസൺസ് ആയിട്ട് കുറേ പേരെ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അടയാളപ്പെടുത്തുക, അവർക്ക് അപ്പോൾ തന്നെ വോട്ടവകാശം നിഷേധിക്കുക. അതിനുശേഷമാണ് ഞാൻ അയാൾ പൗരനാണോ എന്നൊക്കെ തെളിയിക്കുകയും ഇങ്ങനെ ട്രിബ്യൂണലുകളെ സമീപിക്കുകയും കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അയാൾക്ക് തിരിച്ചു വരാൻ കഴിയുക. അതൊരു ശരിയായ സമീപനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പൗരത്വം നിർണ്ണയിക്കാനുള്ള ഒരു ഉപാധിയായും കൂടി SIR മാറുന്നുണ്ട് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 5 വർഷം 6 വർഷത്തോളമൊക്കെ ആയി പൊരുത്തം എന്നുള്ളത് അത്രത്തോളം സെൻസിറ്റീവായൊരു വിഷയമാണ് നമ്മുടെ രാജ്യത്ത് പല പല നടപടികളിലൂടെയൊക്കെ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ SIRയുടെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ, അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രയോജനം ലഭിക്കുക ആർക്കായിരിക്കും, അത് എത്തരത്തിലായിരിക്കുമെന്നാണ് തോന്നുന്നത്? അത് 2 തരത്തിലാണ്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ ഈ എക്സ്ക്ലൂഷൻ വഴി ആർക്കാണ് ആളുകളെ ഇതിൻ്റെ അകത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് വഴി പ്രയോജനം ലഭിക്കാൻ പോകുന്നത് ആർക്കാണെന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഭരണത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിനും അവരുടെ ആശയാദർശങ്ങൾ പിന്തുടർന്നവർക്കും തന്നെയായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, ഈ SIR നാട്ടിലുണ്ടാക്കുന്ന ഒരു പെർസെപ്ഷൻ എന്താണ്, രാജ്യത്തെ കള്ള വോട്ടർമാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് സംശുദ്ധമായ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നു. ആ പെർസെപ്ഷൻ കൊണ്ടുണ്ടാകുന്ന ഗെയിനും ഈ ഭരിക്കുന്ന വിഭാഗത്തിന് തന്നെയായിരിക്കും. മൂന്നാമത്തെ കാര്യം, നാട്ടിൽ മുഴുവൻ വോട്ട് ചോരി നടക്കുകയാണ്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ സിസ്റ്റം ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് പ്രതിപക്ഷ കക്ഷികളും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു പരിഹാരം വേണ്ടേ? അതിനൊരു പരിഹാരമായിട്ടാണ് SIR ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ വളരെ ക്ലിയറാണ്, സംശുദ്ധമാണ്. അപ്പോഴും അതിൻ്റെ ഗെയിൻ ഭരിക്കുന്ന പ്രസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ SIR കൊണ്ടുവരുമ്പോൾ അതിലും വീണ്ടും ക്രമക്കേടാണ് വരുന്നത്. അതിനെന്താണ് അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അതിന് പരിഹരിക്കാൻ പറ്റണമായിരുന്നെങ്കിൽ SIR നടപ്പിലാക്കരുതായിരുന്നു, അല്ലേ? ഈ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് SIR അല്ല, മറ്റു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന തരത്തിലായിരുന്നു ഒരു ക്യാമ്പയിൻ വരേണ്ടത്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ആധാർ ഉൾപ്പെടുത്തണം. അപ്പോൾ ആൾ നോക്കുമ്പോൾ ആധാർ വളരെ സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ളവോട്ട് തടയാൻ പാടില്ലേ എന്നൊരു ചോദ്യം വരും. അപ്പോഴും ആർക്കായിരിക്കും ഗെയിൻ ഉണ്ടാവുക? ഈ പറയുന്ന ഭരിക്കുന്ന കക്ഷിക്ക് തന്നെയായിരിക്കും ഗെയിൻ ഉണ്ടാകുക. പിന്നെ ഇരട്ട വോട്ട് തടയുന്നതിന്, ഇരട്ട വോട്ട് ഇത്രയും നാളും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇരട്ട വോട്ട് അതായത് ഒരു ആൾക്ക് ഒന്നിലേറെ ബൂത്തുകളിൽ വോട്ട് ഉണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്, അല്ലെങ്കിൽ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ പേരുണ്ട്, അത് യഥാർത്ഥത്തിൽ അത്ര വലിയ പ്രശ്നമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കള്ളവോട്ട് തടയാൻ ഒരുമിച്ച് മിക്കവാറും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ ഒരേ സമയത്തായിരിക്കും നടക്കുക ഒരു സംസ്ഥാനത്ത്, അല്ലേ? അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഒരു പ്രദേശത്ത് ഒരു സംസ്ഥാനത്ത് ഏകദേശം ഒരേ സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഇടവേളകളിലേക്ക് നടക്കുക. അപ്പോൾ ഒരു ദിവസം തന്നെ 2 ഇടത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, വേണമെങ്കിൽ കണ്ടെത്താവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻഡെലിബിൾ ആണെന്ന് പറയുന്നു. അപ്പോൾ അത് വെച്ച് കണ്ടെത്താറുണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങുന്നത്. നമ്മൾ 2 ഇടത്ത് വോട്ടുണ്ടായിക്കോട്ടെ, പക്ഷേ അയാൾ ഒരിടത്തേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പാണ് എന്നാണ് ഇത്രയും കാലം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നമ്മളോട് പറയുന്നത് ഈ 2 ഇടത്ത് വോട്ടുള്ളതൊക്കെ വലിയ പ്രശ്നമാണ്, അത് ശരിക്കും ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഇതുവരെ രാജ്യത്ത് ആരും ശിക്ഷിച്ചിട്ടില്ല, ആർക്കെങ്കിലും കേസ് ചെയ്തിട്ടില്ല, ആരെയും അന്വേഷിച്ചിട്ടില്ല. പലപ്പോഴും അത് അബദ്ധത്തിലൊക്കെ വരുന്നതാണ്. എല്ലാവരും ഇരട്ട വോട്ട് വരുന്ന എല്ലാവരും കള്ളന്മാരൊന്നുമല്ല. ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ പലപ്പോഴും പുതിയ സ്ഥലത്ത് പുതിയ വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യും, മറ്റേ ബൂത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് മനഃപൂർവ്വം ചെയ്യുന്നുള്ള, അയാൾ അവിടെ വോട്ട് ചെയ്യാനും പോകുന്നില്ല, അങ്ങനെയാണ് സംഭവിക്കുക. അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വരുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു ക്രമമനുസരിച്ച് പെൺകുട്ടികളായിരിക്കുമല്ലോ, അവരും ഈ പറഞ്ഞ പോലെ നാട്ടിലെ വോട്ടർ ലിസ്റ്റിലുണ്ടാവും, പുതുതായിട്ട് വിവാഹം കഴിച്ച് വന്ന നാട്ടിലെ വോട്ടർ ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു കള്ളത്തരത്തിന് വേണ്ടി ചെയ്തതാണ് എല്ലാ ഇരട്ടിപ്പുകളും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്ര ഇരട്ടിപ്പുകൾ കണ്ടെത്താനും അത് ഡിലീറ്റ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഇനി അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ മാസമായിട്ടൊരു പ്രദേശത്തേക്ക് കൊണ്ടുവന്ന്, ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ പറയുന്നുള്ള 1 ലക്ഷം ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചു, SIR നടത്തിക്കൊണ്ട് അതിലെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ നടത്തിക്കൊണ്ടൊന്നും ചെയ്യാനില്ല. അതിൻ്റെ അകത്ത് ഇല്ലീഗൽ എന്ന് പറയാവുന്ന ഒന്നുമില്ല. ശിക്ഷിക്കപ്പെടാനുള്ള യാതൊരു കുറ്റവും അവരാരും ചെയ്തിട്ടില്ല. 6 മാസം അവരവിടെ സ്റ്റേ ചെയ്തു എന്നുള്ളതിൻ്റെ
ഒരു വാടക ചീട്ടോ ഡോക്യുമെൻസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ഇവരതിൻ്റെ ചെയ്തിട്ടുണ്ടാവുക. കള്ളത്തരം ചെയ്യുന്നവരായിരിക്കും ഏറ്റവും ലീഗലായിട്ട് ഇത് ചെയ്യുക. മറ്റുള്ളവർ പലപ്പോഴും ക്യാഷ്വലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടുത്തെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, ഇവിടുത്തെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, ഇവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഇവരത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ മറ്റവരങ്ങനെ ആയിരിക്കില്ല, വളരെ ലീഗലായിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യണത്. അതിന് SIR ഒരു പരിഹാരമാവില്ല, ഈ ഡീഡ്യൂപ്ലിക്കേഷൻ ഒരു പരിഹാരമാവില്ല. അത് അല്ലാത്ത തരത്തിൽ ഇപ്പോൾ ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ, അവരുടെ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജൻറ്റ്സ്, BLAമാർ, അവരൊക്കെ ഇതിനെക്കുറിച്ച് വിജിലൻ്റ് ആയിരിക്കുകയും ഇത് ഇവിടെ സ്ഥിരതാമസമുള്ള ആളല്ലെങ്കിൽ അല്ല എന്നുള്ള തരത്തിൽ കൃത്യമായിട്ട് ഒബ്ജക്ഷൻ പറയുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് അത് മാറുള്ളൂ. അതിനും ഈ SIR ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ SIR എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ NRC വന്ന സമയത്ത് ഇതൊരു കമ്മ്യൂണൽ അജണ്ടയാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലായിരുന്നു. ഈ SIRഉം ഇപ്പോൾ ഭരണകക്ഷിയുടെ തന്നെ ഒരു വർഗീയ പ്രൊജക്റ്റാണ്, ഒരു കമ്മ്യൂണൽ പ്രൊജക്റ്റാണ് എന്ന തരത്തിൽ ഒരു പ്രചാരണമുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രചാരണം നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ SIR നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അത് ഭൂമിശാസ്ത്രപരമായും സാമൂഹികപരമായും എല്ലാം വളരെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അത്തരമൊരു വാദം ഒരാൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ? അതിൽ കഴമ്പുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞല്ലോ. ആസാമിൽ ഇപ്പോൾ SIR നടപ്പിലാക്കാത്തത് എന്താണെന്നുള്ള ചോദ്യത്തിന് പറഞ്ഞത് അവിടെ ഓൾറെഡി NRC ഈസ് ഗോയിങ് ഓൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ NRC ഗോയിങ് ആണോ ആണെങ്കിൽ SIR നടപ്പിലാക്കി എന്താ പ്രശ്നം? ഇപ്പോൾ NRC അവിടെ നടത്തുന്നു, NRCയുടെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ട്. അതിൽ അവിടെ ആ സംസ്ഥാനത്ത് SIR നടപ്പിലാക്കിയാൽ എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. അത് SIRൻ്റെ റിസൾട്ടാണ്, NRCയുടെ റിസൾട്ടാണ്. അപ്പോൾ അത്തരം ഒരു റിസൾട്ട് വരുന്ന രീതിയിലൊരു പ്രോസസ്സ് നടത്താൻ ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടും ഒരു പ്രത്യേക വിഭാഗം ആളുകളെ, അത് കമ്മ്യൂണലാവാം അല്ലെങ്കിൽ എക്കണോമിക്കലാവാം, ഇങ്ങനെയുള്ള ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അതായത് ഈ ആളുകളെ വോട്ടവകാശം നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്.